മഹാകുംഭമേളയിൽ മോദിയുടെ കള്ളം പൊളിച്ചെടുക്കി BBC. മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ എന്തിന് UP സർക്കാർ മറച്ചുവെച്ചു? യോഗി ആദിത്യനാഥും കേന്ദ്ര സർക്കാരും പുറത്തുവിട്ട കണക്കുകൾ പൊരുത്തക്കേടുകളുടേതാണ് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2025 ജനുവരി 29 പ്രയാഗ്രാജിലെ മൗനി അമാവാസിയോടനുബന്ധിച്ച് ഗംഗാ സംഗമസ്ഥലത്ത് പുണ്യസ്നാനം ചെയ്യുന്നതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർക്ക് മരണം സംഭവിക്കുകയും 90ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പുറത്തുവിട്ട കണക്കുകൾ. എന്നാൽ ഈ കണക്കുകൾ പച്ചക്കള്ളമാണ് എന്നാണ് ഇപ്പോൾ BBC വെളിപ്പെടുത്തുന്നത്. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ യാഥാർത്ഥ്യമല്ല, സർക്കാർ ഇന്ത്യൻ ജനതയെ കബളിപ്പിക്കുകയാണ് എന്നതാണ് ഈ BBCയുടെ വെളിപ്പെടുത്തൽ കൊണ്ട് വ്യക്തമാവുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറത്തുവിട്ട മരണക്കണക്ക് 37 ആണെന്നിരിക്കെ 11 സംസ്ഥാനങ്ങളിലും 50-ലധികം ജില്ലകളിലുമായി BBC 80-ലധികം ഗ്രാമങ്ങളിലും 100-ലധികം കുടുംബങ്ങളിലും നടത്തിയ അന്വേഷണ നിരീക്ഷണങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞത് 82 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കുകൾ BBC പുറത്തുവിടുന്നത്. വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും കുടുംബങ്ങൾക്ക് കാര്യമായ തെളിവുകൾ നൽകാൻ കഴിയുന്ന കേസുകൾ മാത്രമേ ഈ എണ്ണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂവെന്നും BBC പറയുന്നു. ഉത്തർപ്രദേശ് സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. ഫെബ്രുവരി 19 കുംഭമേള അപകടം 66 ഭക്തരെ ബാധിച്ചുവെന്നും 30 മരണങ്ങൾ സ്ഥിരീകരിച്ചുവെന്നും മുഖ്യമന്ത്രി ആദിത്യനാഥ് നിയമസഭയിൽ അന്ന് പറഞ്ഞിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ 7 മരണങ്ങൾ കൂടി ഉണ്ടായതായും പറഞ്ഞു. ഇതോടെ ഔദ്യോഗിക മരണസംഖ്യ 37 ഈ കണക്കാണ് BBC ഇപ്പോൾ പൊളിക്കുന്നത്. 36 കുടുംബങ്ങൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്കുകൾ വഴി 25 ലക്ഷം നൽകിയപ്പോൾ 26 കുടുംബങ്ങൾക്ക് 5 ലക്ഷം മാത്രമാണ് നൽകിയത്. ഈ 26 കുടുംബങ്ങളെ ഔദ്യോഗിക മരണസംഖ്യയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആരോപണം. പോലീസ് സംഘം ഈ കുടുംബങ്ങൾക്ക് 500 രൂപയുടെ നോട്ടുകെട്ടുകൾ കൈമാറുന്നത് കാണിക്കുന്ന വീഡിയോയും ഫോട്ടോകളും കൈവശമുണ്ടെന്ന് BBC അവകാശപ്പെടുന്നു. പണം നൽകിയതിൻ്റെ മാനദണ്ഡം എന്തെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ 5 തലത്തിലാണ്. 1. മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പാർലമെന്റിൽ പ്രതിഷേധിച്ചതിന് ശേഷം കുംഭമേള നടത്തിപ്പിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭരണപരമായ അനാസ്ഥയെ സമാജ്വാദി പാർട്ടി MP രാംഗോപാൽ യാദവ് വിമർശിച്ചു. പ്രയാഗ്രാജിലെ സംഭവത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിരിക്കുമെന്ന ഞെട്ടിക്കുന്ന അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുകയാണ്. സാക്ഷികളുടെ വിവരങ്ങളും ഇതിന് പിന്തുണ നൽകുന്നു. 2. അഘാരകൾക്കും VIP-കൾക്കും മാത്രമായി നീക്കിവെച്ചിരിക്കുന്ന പാലങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കെടുകാര്യസ്ഥതകളാണ് ദുരന്തത്തിന് കാരണമെന്ന് യാദവ് മാധ്യമപ്രവർത്തകരോട് ആരോപിച്ചു. ദൃക്സാക്ഷികളുടെ അഭിപ്രായത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ചിലർ ഗംഗയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, മറ്റുള്ളവരെ കുഴിച്ചിട്ടു, 30-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രിയെ യോഗി ആദിത്യനാഥിന് എന്തോ നിർബന്ധമുള്ളതുപോലെ അദ്ദേഹം അവകാശപ്പെട്ടു. 3. കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക പട്ടിക പുറത്തുവിടാത്തതിന് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. 4. കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് വളരെ ദൗർഭാഗ്യകരവും ദാരുണവുമായിരുന്നു. 30 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സർക്കാർ അവകാശപ്പെട്ടു. 5. വ്യക്തിപരമായി താൻ 2 കണക്കുകളും അംഗീകരിക്കുന്നില്ല. തൻ്റെ അഭിപ്രായത്തിൽ ഈ കണക്ക് 30-ൽ വളരെ ഉയർന്നതാണ്, പക്ഷേ അത് ആയിരങ്ങളിലാകാനും പാടില്ല. സർക്കാർ മരിച്ചവരുടെ പട്ടിക പുറത്തുവിടാത്തതിനാൽ യഥാർത്ഥ എണ്ണം ഒരിക്കലും അറിയാൻ സാധ്യതയില്ല. അക്കമിട്ടാണ് അഖിലേഷ് യാദവ് കേന്ദ്ര സർക്കാരിനെതിരെ
ആഞ്ഞടിച്ചത്. സർക്കാർ ഇത്തരം തെറ്റായ വിവരങ്ങളിലൂടെ ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ മൂടിവെക്കുന്നത് സർക്കാരിൻ്റെ പോരായ്മകളെയാണ്. മോദി പ്രഭാവത്തിന് യാതൊരു കോട്ടവും ഏൽക്കാതിരിക്കാനാണ് ഈ പച്ച നുണകൾ ഇങ്ങനെ പടച്ചു വിടുന്നത്. സർക്കാർ നടത്തിയ കൂട്ടക്കുരുതി എന്ന് വേണം ഇതിനെ കരുതാൻ. സർക്കാരിൻ്റെ ഈ നയം ഇനിയുള്ള നാളുകളിൽ വൻ പ്രതിഷേധത്തിനാണ് വഴിവെക്കുന്നത്. മരണസംഖ്യ ഒരിക്കലും 30-ൽ കൂടുതലാകരുത് എന്ന കർശന നിർദ്ദേശം യോഗി ആദിത്യനാഥും BJP സർക്കാരും നിർദ്ദേശിക്കുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ ആരുടെ സംരക്ഷകരാണ്? രാഷ്ട്രത്തെ സേവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ രാജ്യത്തെ ജനങ്ങളെ കൊല്ലുകയും യാഥാർത്ഥ്യങ്ങളെ മറക്കാൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ 140 കോടി ജനം എങ്ങനെ വിശ്വസിക്കും? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.